ഇവരുടെ ഒന്നും സഹായം എനിക്ക് ആവശ്യമില്ല. നീ ഒറ്റയ്ക്ക് എല്ലാം കൈകാര്യം ചെയ്യും. എങ്ങനെയെങ്കിലും മഹിമ വരുമ്പോൾ അവളെ പിടിക്കണം. നല്ലപോലെ ഒന്ന് കൈകാര്യം ചെയ്തിട്ടേ അവളെ പോലീസിൽ ഏൽപ്പിക്കാവൂ. ഇനി ഒരിക്കലും അവൾ മോഷ്ടിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യരുത്. അതിനു മുമ്പ് ഞാൻ അവളോടൊന്ന് സംസാരിച്ച് ഇതിൽ നിന്നൊക്കെ ഒന്ന് പിന്തിരിപ്പിക്കാൻ പറ്റുമെന്ന് ശ്രമിക്കട്ടെ. ശരിടാ, നീ ചെല്ല്. ശരി ഗോപാൽജി. ഡാഡി ജസ്റ്റിന്റെ കുടുംബത്തിന് ശരിക്കും കാശ് കൊടുക്കാൻ പോകണോ? എനിക്കെന്താ വട്ടുണ്ടോ? തൽക്കാലം മഹിമയെ പിടിക്കുന്നവരെ അവനോട് അങ്ങനെ പറയാം. പിന്നെ കാശ് കൊടുക്കാൻ പറ്റാത്തതിന് വേറെ എന്തെങ്കിലും ഒരു കഥ ഉണ്ടാക്കി പറഞ്ഞാൽ പോലെ. അച്ഛന്റെ ബുദ്ധി സമ്മതിച്ചു. പണിപ്പാളി. കിരീട്ടിനെ എങ്ങനെ കൈകാര്യം ചെയ്യാനാ ഈശ്വര. മഞ്ജു, വരുന്ന വഴിക്ക് നമ്മുടെ രാമേന്ദ്രൻ ഡോക്ടറുടെ വീട്ടിൽ കയറേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. ആയുർവേദ ഡോക്ടർ നിന്റെ കാര്യം പറഞ്ഞപ്പോ ഗർഭിണികൾക്ക് കഴിക്കാവുന്ന ഒരു കഷായം എഴുതി തന്നു. ഞാനത് കയ്യോടങ്ങ് വാങ്ങി. കടയിലെത്തി ഓർഡർ കൊടുത്തപ്പോഴ് വീട്ടിൽ 2 ഗർഭിണികളുണ്ടല്ലോ എന്നുള്ള കാര്യം ഞാൻ ഓർത്തത്. അതുകൊണ്ട് ദേ പ്രീതിക്ക് ഞാൻ കഷായം വാങ്ങിച്ചു. ഞാൻ വീട്ടിലായിരുന്നെങ്കിൽ അച്ഛൻ പോലും ഇത്ര നന്നായി എന്റെ കുഞ്ഞിന്റെ കാര്യങ്ങൾ നോക്കില്ലായിരുന്നു. നിങ്ങളോടൊക്കെ എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. എന്തിനാ വെറുതെ നന്ദിയൊക്കെ പറയുന്നേ? പ്രീതിക്ക് വീട് വിട്ടിറങ്ങേണ്ട അവസ്ഥ ഉണ്ടാകാൻ കാരണക്കാര് ഞങ്ങളല്ലേ? പ്രീതി ഈ കുടുംബത്തിന്റെ മാനവ രക്ഷിച്ചത്. അതിന് ഞങ്ങൾ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രീതി ഇപ്പോ ഈ കുടുംബത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്. നീ ആരെ കുടുംബത്തിന്റെ ഭാഗമാക്കുന്നതെന്ന വല്ല ബോധവും നിനക്കുണ്ടോ?